ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നല്ല നാടൻ രീതിയിലുള്ള ഒരു ബീഫ് കറിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ നന്നായി വറുത്തെടുത്ത ഉണക്കമുളകും മല്ലിയാണിത്. ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് വറുത്തെടുത്തതാണ്. ഇത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റുന്നത്. നമ്മൾ ഫുൾ മിക്സിൻ്റെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. വെള്ളം കൂട്ടാണ്ട് ഫസ്റ്റ് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കണം. ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാല ഉണ്ടാക്കലാണ്. അത് അടിച്ചത് അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. 2 തക്കാളി, 2 ഉള്ളി, കരിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്. നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇത് ചട്ടിയാണ്. ചട്ടിയിലാണ് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി കരിവേപ്പിലയാണ്. നമ്മൾ ചട്ടിയിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും കുക്കായി വരാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ ഇത് അധികം വേവ് കുറവുള്ള ബീഫാണ്. നമ്മൾ ഈ ഉള്ളിയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇതിട്ടിട്ടുണ്ട്. ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് ടൈം അടച്ച് വെക്കാം. ഇതൊന്ന് വാടി സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയാണ്. നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ബീഫാണിത്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ തയ്യാറാക്കിയ ആ മസാല, നമ്മൾ അരച്ചെടുത്ത മസാല ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിന് അധികം വേവ് കുറവുള്ള ബീഫാണിത് കേട്ടോ. ഇതിലേക്ക് കുറച്ചൊരു ഇറച്ചി മസാലപ്പൊടിയാണ്, കുറച്ചധികം ഇറച്ചി മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം. നമുക്കിതൊന്ന് ഓപ്പൺ ആക്കാം. ഇതൊന്ന് വാടി സെറ്റായിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതങ്ങ് ഒഴിച്ച് കൊടുക്കാം. മിക്സൊക്കെ അവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി അടച്ച് വെക്കാം. ഒരു 10 മിനിറ്റ് വരെ ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം നല്ലപോലെ പതച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം പിന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയാണ്. കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇട്ടത് ഒരു നുള്ളു മാത്രമാണ് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 6 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ പതിച്ചതിന് ശേഷം നമ്മളെ നാടൻ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായി, വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.